ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഒരിക്കൽ ഈശോയുടെ ശിഷ്യന്മാർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. സ്വർഗരാജ്യത്തിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതായിരുന്നു അവരുടെ സംശയം. അവർ വിചാരിച്ചത് വലിയ പണക്കാരോ അല്ലെങ്കിൽ ഒത്തിരി അധികാരമുള്ളവരോ ആയിരിക്കും വലിയവർ എന്നാണ്. എന്നാൽ ഈശോ ചെയ്തത് എന്താണെന്നോ, അവിടുന്ന് ഒരു കൊച്ചുകുട്ടിയെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി. എന്നിട്ടൊരു വലിയ രഹസ്യം പറഞ്ഞു തന്നു. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം ശ്രവിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ എല്ലാവരും കുട്ടികളാണല്ലോ, പിന്നെ എന്തിനാണ് ഈശോ വീണ്ടും കുട്ടികളെ പോലെ ആകണമെന്ന് പറയുന്നത്? അതിൻ്റെ അർത്ഥം ഇതാണ്: കുട്ടികൾക്ക് ആരോടും പകയോ വിദ്വേഷമോ ഉണ്ടാവില്ല. ഒരു കൊച്ചുകുട്ടിക്ക് തൻ്റെ അപ്പനിലും അമ്മയിലും വലിയ വിശ്വാസമാണ്. അമ്മ കൈപിടിച്ചാൽ താൻ എവിടെയും വീഴില്ലെന്ന് ആ കുട്ടിക്കറിയാം. ഇതുപോലെ ദൈവത്തിൻ്റെ കൈപിടിച്ച് നടക്കാൻ നമുക്ക് കഴിയണം. കുട്ടികൾക്ക് വലിയ അഹങ്കാരമൊന്നുമില്ല. അവർ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കും. സ്വർഗരാജ്യത്തിൽ വലിയവരാകാൻ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തണം. നമ്മൾ വളരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ദേഷ്യവും അസൂയയും വാശിയും ഒക്കെ കടന്നു വന്നേക്കാം. അപ്പോഴൊക്കെ ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ആ കൊച്ചുകുട്ടിയെ ഓർക്കണം. ഈശോയ്ക്ക് വേണ്ടത് കള്ളത്തരങ്ങളില്ലാത്ത സ്നേഹമുള്ള ഒരു കുട്ടി ഹൃദയമാണ്. അങ്ങനെയുള്ള കുട്ടികളെയാണ് ഈശോ വാരിപ്പുണരുന്നത്. ഇന്നത്തെ നമ്മുടെ പരിഹാര പ്രവൃത്തി ഇതാണ്: ഇന്ന് ആരോടെങ്കിലും പിണക്കമുണ്ടായാൽ അത് മറന്ന് അവരോട് സംസാരിക്കുക. മനസ്സിൽ ആരോടും ഒരു പരിഭവവും വെച്ചുകൊണ്ടിരിക്കരുത്. ഈശോയ്ക്ക് മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം.